ഈ വീഡിയോയിൽ നമ്മൾ യമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, അതിൽ പ്രധാനമായിട്ട് സൗദി അറേബ്യ, UAE ഇവരുടെ രണ്ടുപേരുടെയും നിലപാടുകൾ എന്താണ്. ഇത് ഏതാണ്ട് 2015 മുതൽ ഈ യമനിൽ ഈ രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്ന് അവിടെ ഒരു യുദ്ധം തുടങ്ങിയതാണ്. പ്രത്യേകിച്ചും യമനിൽ അവിടെ ഹൂത്തികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ ഹൂത്തികൾ ശരിക്കും ഇറാൻ്റെ പ്രോക്സികളാണ്. അവർ ഷിയ മുസ്ലിം വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ യമനെക്കുറിച്ച് സംസാരിക്കുന്ന സ്ഥിതിക്ക് ഇതൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൂത്തികൾ താമസിക്കുന്നത്, ശരിക്കും ഈ ഹൂത്തികൾ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സന ഉൾപ്പെടെയുള്ള യമൻ മാപ്പിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് സന എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സ്ഥലം, അതിനെ ചുറ്റി കിടക്കുന്ന ആ ഒരു കളർ, ആ കളറാണ് ശരിക്കും ഹൂത്തികൾ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലം. ഈ ഹൂത്തികളുടെ സ്ഥലത്തേക്കാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നത്. കാരണം അവർ ഇറാൻ്റെ പ്രോക്സികളായതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിനെ ആക്രമിക്കുക, യഹൂദനെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പുണ്യപ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം മതി. അപ്പോൾ അതിൻ്റെ ഒരു റീസണാണ് ഗാസ. ഇസ്രായേൽ തികച്ചും ഗാസയ്ക്കുള്ളിലേക്ക് കടന്നു വന്നത് ശരിക്കും ഗാസയിൽ നിന്ന് ഹമാസ് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് 2023 ഒക്ടോബർ 7 ഒരു ആക്രമണം അഴിച്ചുവിട്ടതിനെ തുടർന്നാണ് ഈ ഇസ്രായേൽ ഗാസയെ അറ്റാക്ക് നടത്തുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് ഗാസയ്ക്ക് സപ്പോർട്ട്, സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് യമൻ്റെ സൈഡിൽ നിന്നും ഈ ഹൂത്തികളാണ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇസ്രായേലും ഈ ഹൂത്തികളുടെ ഭാഗത്താണ് എപ്പോഴും അറ്റാക്ക് നടത്തുന്നത്. അവിടെ തന്നെ സുന്നി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു മെജോറിറ്റി ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ആ മെജോറിറ്റി ഗ്രൂപ്പിനെ സുന്നി രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ, UAE ഇവരുടെ കൂട്ടായ്മയിലുള്ള ഒരു നേതൃത്വം അവർക്ക് സപ്പോർട്ട്, പിന്തുണ കൊടുത്ത്. കാരണം ഈ ഹൂത്തികൾ യമനിലെ സന പട്ടണം കീഴടക്കിയ സമയത്ത് സനായിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന യമൻ്റെ നേതാവ് സൗദി അറേബ്യയിലേക്കാണ് ഒരു പൊളിറ്റിക്കൽ അസൈലം തേടിപ്പോയത്. ഒരു 2-2.5 വർഷത്തോളം ഈ സുന്നികളുടെ നേതാവ് സൗദി അറേബ്യയിലാണ് സെക്യൂറായിട്ട് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സൗദി അറേബ്യ യമൻ്റെ ഉള്ളിലേക്ക് അവരുടെ ഫോഴ്സിനെയും UAEയുടെ ഫോഴ്സിനെയും അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ സപ്പോർട്ടോടുകൂടി അവിടെ ഒരു യുദ്ധം നയിക്കുകയായിരുന്നു. ആ യുദ്ധം തുടർന്ന് നടന്നെങ്കിലും അതിലേറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് UAEയിലെ സോൾജേഴ്സിനാണ്. കാരണം ഈ ഗ്രൗണ്ട് ഫോഴ്സിൽ ഏറ്റവും ഫ്രണ്ട് ലൈനിൽ പോയിരുന്നത് ഈ UAEയിലെ സോൾജേഴ്സാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. പിന്നീട് ഒരു ധാരണയിലൊക്കെ ആയിട്ട് ഈ യുദ്ധം അങ്ങ് അവസാനിപ്പിക്കുകയും, എന്നാൽ ഈ സുന്നി മുസ്ലിംസ് ആയിട്ടുള്ള ഈ ഒരു മേജർ ഏരിയയിലുള്ള യമൻ്റെ പോർഷന് സൗദി അറേബ്യയും UAEയും സെക്യൂരിറ്റി കൊടുക്കുമെന്നും ഹൂത്തികളുടെ ഭാഗത്തേക്ക് ഇവരെ അങ്ങോട്ട് കടന്ന് കയറി ഇനി ആക്രമിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2017 തീവ്രമായ നിലയിൽ നടത്തിയ യുദ്ധം അവസാനിച്ചെങ്കിലും അവിടെ ഈ രണ്ട് ട്രൂപ്പുകളും മാറി മാറി പല സാഹചര്യങ്ങളായിട്ട് അവിടെ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ അതേ സാഹചര്യത്തിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് നേച്ചർ അനുസരിച്ച് 2-3 സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഹൂത്തികൾ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് നീങ്ങിയിട്ട് ഈ സുന്നി മുസ്ലിംസ് കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എണ്ണപ്പാടങ്ങളുണ്ട്, എണ്ണശേഖരം. അത് ഒരുപാട് സ്ഥലങ്ങളിൽ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അത് സൗദി അറേബ്യയുടെ ഒരു എക്സ്റ്റെൻഡഡ് പോർഷൻ തന്നെയാണല്ലോ യമൻ. സൗദി അറേബ്യയുടെ ആ ലാസ്റ്റ് കോർണറിൽ കിടക്കുന്ന ഏരിയയാണ് യമൻ എന്ന് പറയുന്നത്. റെഡ് സീയുടെ ആ ഒരു കോർണറിൽ ചേർന്ന് കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ എണ്ണപ്പാടങ്ങൾ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്. മിനറൽ മൈനിങ് നടത്താൻ സാധ്യതയുള്ള ഏരിയ ആണെന്നുള്ള പൊട്ടൻഷ്യലൊക്കെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ 2015 മുതൽ അവിടെ UAEയും സൗദി അറേബ്യയും ഒരുമിച്ച് തന്നെയാണ് അവിടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഒരു ഡിഫൻസ് സെക്യൂരിറ്റി സിസ്റ്റമാണ് അവിടെ സ്ഥാപിച്ച് മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്ന 2-3 പേരുകൾ നിങ്ങൾ ഓർത്തു വെച്ചോളുക. അതായത് ഇനി വരുന്ന ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ ഈ 2-3 പേരുകൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചോണം. ഏത് രാജ്യത്തിൻ്റെ എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പോൾ അവിടെ കോമൺ ആയിട്ട് ഒരു STC എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. STC, സദൻ ട്രാൻസിഷണൽ കൗൺസിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ സദൻ ട്രാൻസിഷണൽ കൗൺസിൽ ഈ ഹൂത്തികളുടെ ഭാഗം വിട്ടേക്കൂ, ബാക്കിയുള്ള സ്ഥലം, ആ മേജർ പോർഷൻ കാണിക്കുന്നില്ലേ, ആ സ്ഥലം മാത്രം നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. അപ്പം ഇവിടെയാണ് എൻറ്റയർ ഏരിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ, UAE അതേപോലെ തന്നെ യമനിലുള്ള കുറച്ച് ലോക്കൽ ട്രൂപ്സ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട്, യമൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ കുറച്ച് ഫോഴ്സ് ഉണ്ടല്ലോ, അവരുമായിട്ട് കൂടി ചേർന്നിട്ടാണ് ഈ സദൻ ട്രാൻസിഷണൽ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ STC എന്ന് വിളിക്കുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ 15 UAE പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? അവിടെ അഭിയാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അഭിയാൻ എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ്. ആ പ്രൊവിൻസ് ഈ STC പൂർണ്ണമായിട്ടും പിടിച്ചടക്കിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് UAE ആണ്. അപ്പോൾ UAEയുടെ നേതൃത്വത്തിൽ STC എന്ന് പറഞ്ഞ ഈ ഒരു സദൻ ട്രാൻസിഷണൽ കൗൺസിൽ കൃത്യമായിട്ട് ഈ അഭിയാൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസ് പിടിച്ചടക്കുകയാണ്.
അഭിയാൻ പ്രൊവിൻസിയുടെ തൊട്ട് താഴെ കിടക്കുന്ന 2 പ്രൊവിൻസുകൾ കൂടിയുണ്ട്. അത് ഓൾറെഡി തന്നെ UAE ഫോഴ്സ് അത് കൈയടക്കിയിരുന്നു. അത് 2 സ്ഥലങ്ങളാണ്, 2 പ്രൊവിൻസാണ്. അതിലൊന്ന് അൽ മഹ്റ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ്, ഹദ്രാമത്ത് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ്. അപ്പോൾ ഹദ്രാമത്ത് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ്, അൽ മഹ്റ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ്. ഈ 2 പ്രൊവിൻസും ഓയിൽ റിച്ച് ആണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട വിഷയമാണ്. ഓയിൽ റിച്ച് ആണ്. ഈ 2 പ്രൊവിൻസുകളും കൈയടക്കിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഭിയാൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊവിൻസും കൂടി കൈയടക്കുന്നത്. ഈ അഭിയാനൊക്കെ നല്ല രീതിയിലുള്ള മിനറൽ മൈനിങ് നടത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം നല്ല പൊട്ടൻഷ്യലി മിനറൽ മൈനിങ് നടത്താനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ അഭിയാൻ പ്രൊവിൻസിൽ ഈ ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ഹൂത്തികളുടെ ടീമും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ ഇവർ ഭീകരരായിട്ടാണ് കരുതുന്നത്. അത് തീവ്രവാദികൾ എന്നാണ് ഇവർ വിളിക്കുന്നത്. അപ്പോൾ ആ തീവ്രവാദികളെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അഭിയാൻ പ്രൊവിൻസിൽ ഒരു പുതിയ സൈനിക സംഘടന രൂപീകരിക്കുന്നതായിട്ട് ഈ STC പ്രഖ്യാപിക്കുകയുണ്ടായി. ഓപ്പറേഷൻ ഡിസിസീവ് റിസർവ് എന്നാണ് അതിന് പേര് കൊടുത്തത്. ഓപ്പറേഷൻ ഡിസിസീവ് റിസർവ്. അപ്പോൾ പറഞ്ഞിരുന്നത് ഇത് STCയുടെ തന്നെ ഒരു ഭാഗമാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഒരു പ്രത്യേക ഫോഴ്സ് അതിനൊരു പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് ഭീകരവാദികൾക്കെതിരെ എങ്ങനെയാണ് പൊരുതേണ്ടത് എന്നുള്ള രീതിയിലുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ടീമാണെന്നാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. STCയുടെ ഇപ്പോഴത്തെ നേതൃത്വം വഹിക്കുന്നത് മുഹമ്മദ് അൽ നക്കീബ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. മുഹമ്മദ് അൽ നക്കീബ്. അപ്പം ഈ ഡിസംബർ 15 ഈ പ്രഖ്യാപനം നടത്തിയല്ലോ, അതായത് ഈ 3 പ്രൊവിൻസുകൾ ഇവർ കൈയടക്കിയതിന് ശേഷം ഇവർ അഭിയാൻ പ്രൊവിൻസ് കൈയടക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് 15-ാം തീയതി ഇവർ പുറത്തുവിടുന്നത്. സൗദി അറേബ്യ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് യമന്റെ ഉള്ളിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ല ഗ്രൗണ്ട് ഫോഴ്സിൽ. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ UAEയും യമൻ ലോക്കൽ ട്രൂപ്പുമാണ് അവിടെ നിന്ന് കട്ടയ്ക്ക് അടിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. യമനിലേക്ക് UAE സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഏതാണ്ട് ഒരു 150ഓളം UAE ഭടന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 വർഷത്തെ 2015 മുതൽ 2017 വരെ നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനവരൊരു മെമ്മോറിയൽ ഡേ ആയിട്ട് ഒരു ദിവസം ആചരിക്കുന്നുണ്ട്, നവംബർ 30. അത് കോമെമറേഷണൽ ഡേ എന്നാണ് അവർ വിളിക്കുന്നത്. അത് നാഷണൽ ഹോളിഡേയുമാണ് UAEയിൽ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വെച്ച് ഈ സോൾജേഴ്സിനെ ഓർത്ത് അവർക്ക് വേണ്ടിയിട്ട് ആ ദിവസം ഓർമ്മപ്പെടുത്തി ജീവിക്കുന്ന ആൾക്കാരാണ് UAEയിൽ. ആ സ്ഥലത്ത് UAEക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട്. ആ ബോധത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ പല കാലഘട്ടങ്ങളിലും സൗദി അറേബ്യ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇവർക്ക് കൊടുക്കുന്നില്ല. അവർ ടൈം ടു ടൈം അവർ ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഓപ്പണായിട്ട് പറയുന്നെങ്കിലും അവർ പല സാഹചര്യങ്ങളിലും അവരുടെ നാഷണൽ ട്രൂപ്പിനെ വിട്ടുകൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സൗദി അറേബ്യ കഴിഞ്ഞ ഡിസംബർ 9-ാം തീയതി അൽ മഹ്റ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസ്, ആ ഒരു ഗവർണറേറ്റും ഹദ്രാമത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഗവർണറേറ്റ്, ഈ 2 ഗവർണറേറ്റുകളും വിസിറ്റ് ചെയ്യാണ്, സന്ദർശിച്ചിട്ട് ഇവർക്ക് ഏകദേശം ബോധ്യമായി ഇത് ഏകദേശം UAEയുടെയും ഈ ലോക്കൽ യമനികളുടെയും കൺട്രോളിൽ ഈ സ്ഥലം വന്നിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാണ്. ഈ തിരിച്ചറിഞ്ഞിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവർ അതിനകത്ത് ഒരു ഉടായ്പ് കാണിക്കാൻ തുടങ്ങി. ഈ ഉടായ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഇവർ ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പം ആ ഒരു മൊമെന്റിൽ സൗദി അറേബ്യ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. UAEക്ക് ഒരു ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ എണ്ണപ്പാടം ഉപയോഗിക്കാൻ പാടില്ല. മിനറൽ മൈനിങ്ങിന് വേണ്ടിയിട്ട് അതായത് സൗദി അറേബ്യയും UAEയും അത് എടുക്കാൻ പാടില്ല. അത് യമനികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ യമനികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ സൗദി അറേബ്യയുടെ കളിയുണ്ട്. കാരണം ഇത് യമനികളുടെ കയ്യിൽ നിന്നും സൗദി അറേബ്യയെ കൊണ്ട് മാത്രമാണ് പിന്നീട് അവിടെ ടെക്നോളജി കാര്യങ്ങൾ, യമനികൾക്ക് അവിടെ നിന്ന് ടെക്നോളജി. അപ്പോൾ ഒന്നെങ്കിൽ UAE ത്രൂ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ത്രൂ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തൊന്നും ഒരു രീതിയിലുള്ള ധാരണകളോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഡിസ്കഷൻസോ മുന്നോട്ട് വെക്കാതെ ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ഈ ലാൻഡിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും യമനികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ തീരുമാനം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അറബ് രാജ്യങ്ങളിൽ കിടക്കുന്ന എണ്ണപ്പാടങ്ങളിലെല്ലാം തന്നെ പല എണ്ണപ്പാടങ്ങളും കോൺട്രാക്ട് ബേസിസിൽ ഷെവ്രോൺ കമ്പനിയും അതേപോലെ അറാംകോയും അങ്ങനെ പല അമേരിക്കൻ കമ്പനികളിൽ, റഷ്യയുടെ ലൂക്കോയിലും ഇതേപോലത്തെ റോസ് നെഫ്റ്റ് ഇതേപോലത്തെ പല പ്രൈവറ്റ് കമ്പനികളാണ് ഇതിനെയൊക്കെ ഓൺ ചെയ്യുന്നത്. അപ്പം ഇവിടെയും ഒരു പ്രൈവറ്റ് കമ്പനി വേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്താണ് സൗദിയുടെ ഉപദേശം? സൗദിയുടെ ഉപദേശം ഒന്നുമില്ല, ഇത് ജസ്റ്റ് നിങ്ങൾ യമനികൾക്ക് കൊടുക്കുക എന്നാണ് സൗദി അറേബ്യ നിർബന്ധം പിടിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സൗദി അറേബ്യയിൽ ഒരുപാട് എണ്ണയുണ്ട്, ഇല്ലാന്നില്ല. എന്നാലും ഈ UAEക്ക് ഈ എണ്ണപ്പാടങ്ങളും ഈ മിനറൽ മൈനിങ്ങുമാരിയുള്ള ഈ അസറ്റുകളൊന്നും പോകാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നമാണ്, കാതലായ വിഷയമാണ് സൗദി അറേബ്യയ്ക്കും UAEക്കും ഇടയിൽ കിടന്ന് തിളയ്ക്കുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള മിനറൽ മൈനിങ് ഈ സ്പോട്ടുകളെല്ലാം തന്നെ STCയുടെ നേതൃത്വത്തിൽ, അതായത് UAE നേതൃത്വം കൊടുക്കുന്ന STCയുടെ അണ്ടറിലാണ് ഇതെല്ലാം ഉള്ളത്. ഇതാണ് സൗദി അറേബ്യയെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. സൗദി അറേബ്യ അറിയാലോ, അവര് നിയോം എന്നൊക്കെ പ്രോജക്റ്റ് ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് UAEക്കെതിരെ അവർ ഏറ്റവും വലിയൊരു ബിൽഡിംഗ്, ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ്, ബുർജ് ഖലീഫയെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്ന മുറയ്ക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് അതായി മാറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് UAEക്കും സൗദി അറേബ്യയ്ക്കും തമ്മിൽ. സൗദി അറേബ്യ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗദി അറേബ്യൻ ടൂറിസ്റ്റുകൾ വരുന്നത് UAEയിലേക്കാണ്. അവർക്ക് ഒരു ഫ്രീഡം, ആ ഒരു ഫ്രീഡം ആഗ്രഹിച്ചുകൊണ്ട് വരുന്നത് UAEയിലേക്കാണ്. അപ്പോൾ അത്രയും റവന്യൂ, ഇത്രയും ടൂറിസം റവന്യൂ സൗദി അറേബ്യയിൽ നിന്നും UAE മാർജിനലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയുടെ പുതിയ ക്രൗൺ പ്രിൻസ് MBS പുള്ളിക്കാരൻ 2017 പൊസിഷനിൽ വന്ന സമയത്ത് തന്നെ തീരുമാനിച്ചു. അപ്പം തന്നെ സൗദി അറേബ്യ UAE ഫോർമുല, UAE മാതൃകയിൽ ടൂറിസം വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ക്രൗൺ പ്രിൻസ് വരുന്നതിന് മുമ്പാണ് സൗദി അറേബ്യയും UAEയും ഈ രീതിയിൽ വളരെ ഡീപ്പായിട്ട് രണ്ടുപേരും കൂടി യമനിൽ ഇറങ്ങി യുദ്ധം ചെയ്തത്. പക്ഷെ 2017 ക്രൗൺ പ്രിൻസ് MBS വരുന്നതോടുകൂടിയാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്നത്. അപ്പോൾ അതായത് ഒരുപാട് കാര്യങ്ങളിലേക്ക് പുള്ളി റിഫോർമേഷൻ കൊണ്ടുവരുന്നതിൽ ഈ UAEയുമായിട്ടുള്ള ബന്ധവും ഇച്ചിരി വഷളായിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഓപ്പൺ ആയിട്ടൊരു ഭീഷണി എന്നല്ല, അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ, അത് ഹെൽത്തി ആവാം, എക്കണോമിക് പരമാവാം, അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു വഴക്കല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു എക്കണോമിക് കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷനാണ് ഈ രീതിയിൽ മാറി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഇവർ തമ്മിൽ ഇങ്ങനെ ഭിന്നിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അൻസറുള്ള ടീമുകളുണ്ടല്ലോ, ഈ അൻസറുള്ള ടീം എന്ന് പറയുന്നതാണ് ഹൂത്തികൾ. അവർക്ക് ഇതിപ്പോൾ ഒരു ഹാപ്പി മൊമെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർ ശരിക്കും അവരുടെ ട്രൂപ്പിനെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവർക്കെതിരെ ചെറുത്ത് നിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും അബ്രഹാം അക്കോർഡിന്റെ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഹൂത്തികൾ ശക്തിപ്പെടുന്നത് ഇസ്രായേലിന് താല്പര്യമുള്ള വിഷയമല്ല. തീർച്ചയായിട്ടും മൊസാദ് ഈ യമനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ യമൻ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ കളികൾ നടക്കുന്നത്. ശരിക്കും UAEക്ക് ആ എണ്ണപ്പാടങ്ങൾ വേണം, മിനറൽ മൈനിങ് വേണം. അതുപോലെ സുഡാനിലും UAE ഇതേ മാതൃകയിൽ തന്നെയാണ് അവരുടെ ആ ഒരു യുദ്ധമുറകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കടൽ മേഖലയിൽ UAEക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആധിപത്യം, അതായത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ആധിപത്യം എന്ന് പറഞ്ഞാൽ ചെങ്കടൽ മൊത്തം UAEയുടെ കൺട്രോളിൽ വരണമെന്നുള്ള ആഗ്രഹമൊന്നും UAEക്ക് ഇല്ല. പക്ഷേ അവരുടെ ഓയിൽ, അതായത് ഇനി ഒരു 10-15 വർഷത്തേക്കാണ് ഈ ഒരു ഫോസിൽ ഫ്യൂലുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അത്യാവശ്യം ആ റവന്യൂ ജനറേറ്റ് ചെയ്യുക, അതിലെല്ലാം ഉപരി ഒരു നെക്സ്റ്റ് എക്കണോമിക് റെവല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മിനറൽ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഡോമിനേഷൻ, അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റെയർ എർത്ത് എലമെന്റ്സ് വേണം എന്നുള്ള രീതിയിൽ UAEക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് UAE മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ എന്തായാലും UAE കൃത്യമായിട്ട് ഇസ്രായേൽ, ഇന്ത്യയാണ് ഡിഫൻസ് പാർട്ട്നേഴ്സായിട്ട് കരുതിയിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. മെയിനായിട്ട് ഇസ്രായേൽ, ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങളെയും UAE അവരുടെ ഫോറിൻ പോളിസിയിൽ കൃത്യമായിട്ട് ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഈ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആയാലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് സൗദി അറേബ്യ ആ രീതിയിൽ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല ഇതുവരെ. പക്ഷെ അവർ പാകിസ്ഥാനുമായിട്ട് ഡിഫൻസ് മേഖലയിൽ, പാകിസ്ഥാനെ വേറൊന്നും കൊണ്ടല്ല, പാകിസ്ഥാനെ അവരുടെ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാൻ പവറിന് വേണ്ടി മാത്രം പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയ്ക്കും UAEക്കും ഇടയിലുള്ള ഒരു ചെറിയ പ്രശ്നം. ഈ പ്രശ്നം വളരെ വൈകാതെ തന്നെ പരിഹരിക്കപ്പെടും. അത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവർ തമ്മിൽ. ഈ രീതിയിലുള്ള ചെറിയൊരു റവന്യൂ തർക്കം, അതായത് റവന്യൂ തർക്കം എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ റവന്യൂ തർക്കം തന്നെയാണിത്. അതായത് സൗദി അറേബ്യയ്ക്കും UAEക്കും തമ്മിൽ യമനെ ചൊല്ലിയുള്ള തർക്കം എന്താണെന്നുള്ളത് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.